ഇതുപോലുള്ള ഇതിൽ 2 ടെയിൽ വെച്ചിട്ടുണ്ട്, ഫ്രില്ലുണ്ട്, ലേസ് വെച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സിബ്ബാണ്, സിബ്ബല്ല പ്രസ് ബട്ടണാണ്, അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് കൊള്ളത്തേ ഇല്ല. പിന്നെ പഫ് സ്ലീവാണ്, എലാസ്റ്റിക്കാണ്, ഇത്രയും വലിപ്പമുണ്ട്. പിന്നെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്, ലൈനിങ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ചെയ്തെടുക്കുന്നു. ഇതിന് ഈ ഫ്രോക്കിന് വില വരുന്ന 299 രൂപയുള്ളൂ. ഇതുപോലുള്ള ഫ്രോക്കുകൾ ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. then I will reply. Okay, thank you. വീഡിയോ വാച്ച് ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. കഴുത്തകലം 2 ഇഞ്ച്. കഴുത്തിൻ്റെ ഇറക്കം, ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇതൊരു 5 മുതൽ 7 വയസ്സ് വരെയുള്ള വയസ്സുള്ള കുട്ടികൾക്ക് ഇടാവുന്നതാണ്. തരത്തിലാണ് തയ്ക്കുന്നത്. ബാക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് 2.5 കിട്ടും. അത് നമ്മളിങ്ങനെ കയറുവാണ്, ജസ്റ്റ് കയറി, അതുപോലെ ഫ്രണ്ടും കയറുമായിട്ട്. ഷോൾഡർ കൊടുക്കുന്നത് 5 ആണ് ഇവിടെ കൊടുക്കുന്നത്. ഞാനിപ്പം എക്സാക്റ്റ് 6 വയസ്സുള്ളൊരു കുട്ടിക്കാണ് തയ്ക്കുന്നത്, അതുകൊണ്ട് ഷോൾഡറിൻ്റെ അകലം ഇവിടെ അതേപോലെ മാർക്ക് ചെയ്യുന്നു. 5 വരയിട്ടു. അപ്പം കൈക്കുഴി എത്രയാണെന്ന് വെച്ചാൽ 4 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. 4 ഇഞ്ച് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ വളച്ചുകൊണ്ട് നമ്മളിവിടെ കൊണ്ട് നിർത്തി. അതിന് ശേഷം ചെസ്റ്റിൻ്റെ വണ്ണം നമ്മളെടുക്കുകയാണ്. 8 ഇഞ്ചാണ് ഇത് കൊടുക്കുന്നത്. 7 ഇഞ്ച്, 8.5 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. 7.5 ഇഞ്ച് മതി തയ്ച്ച് കഴിയുമ്പം. 1 ഇഞ്ചോളം തയ്യൽ തുമ്പും. താഴ്വശം വന്നിട്ട് 7 ഇഞ്ച് കൊടുക്കുന്നു. 1 ഇഞ്ചോളം തയ്യൽ തുമ്പും കൊടുക്കുന്നു. നമ്മളിത് വരയ്ക്കുക. ഇറക്കം എന്ന് പറയുന്നത് 10 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ 10 ഇഞ്ച് തയ്യൽ തുമ്പും ഒക്കെ പോയി കഴിയുമ്പോഴത്തേന് 9 ഇഞ്ചോളം ആയിക്കോളും. നമ്മൾ യോജിപ്പിക്കുന്നു. നമുക്ക് അതിൻ്റെ ടോപ്പ് ഭാഗം വെട്ടിയെടുക്കാം. ഓക്കെ, അത് നമ്മൾ ബാക്ക് നെക്കാണ് വെട്ടുന്നത്. അത് വെട്ടി മാറ്റിയതിന് ശേഷം പ്രത്യേകം എടുത്തിട്ട് ഫ്രണ്ട് നെക്ക് വെട്ടത്തുള്ളൂ, സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം. ഇവിടെ വരുമ്പോൾ ഒരു 1 ഇഞ്ചോളം ചരിച്ച് വെട്ടണം. അപ്പോൾ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടല്ല വെട്ടുന്നത്, ഇങ്ങനെ ഇരിക്കുന്നു. ആദ്യം മറന്നുപോയി. ഇതിൻ്റെ നമ്മൾ സെൻറ്റർ പോർഷന് പ്ലീറ്റ് ഇട്ട് തയ്ക്കുന്നതാണ്. സെൻറ്റർ പോർഷനൊന്നും വെച്ചിട്ട് കൊടുക്കണം. പിന്നെ നമ്മളിത് ഫ്രണ്ട് പോർഷൻ പ്രത്യേകം എടുക്കണം, ബാക്ക് പോർഷൻ മാറ്റുകയാണ്. ഫ്രണ്ട് പോർഷൻ, രണ്ട് നെക്ക് നമ്മൾ കുഴിച്ച് വെട്ടുന്നു. അങ്ങനെ നമ്മൾ
ടോപ്പിൻ്റെ ഭാഗം വെട്ടി കഴിഞ്ഞു. ഇനി ഫ്രോക്കിൻ്റെ ഭാഗം വെട്ടാമേ. ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ വണ്ണം വരുന്നത് 16 ഇഞ്ചോളം ഒരു സൈഡിൽ വരണം. അപ്പം നമ്മൾ അതിനനുസരിച്ച് അതിൻ്റെ ഇരട്ടി പ്ലീറ്റ് ഇട്ടത് അതിൻ്റെ ഇരട്ടി തുണി എടുക്കണം. ഈ ബോട്ടത്തിന് 16 16-ൻ്റെ ഇരട്ടി വേണേ. അപ്പം ഇതിപ്പം 4 മടക്കുണ്ട് കണ്ടോ. ആ 4 മടക്കിട്ടിട്ട് ഒരു മടക്കെന്ന് പറയുന്നത് 16 ഇഞ്ചെങ്കിൽ 16 കിട്ടിയാൽ നമുക്കിവിടെ ഇറക്കം വരത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ 15 ഇടുന്നുള്ളേ. ഇതിൻ്റെ ഈ ബോട്ടത്തിൻ്റെ നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് 13 ഇഞ്ചോളം മതി ഇറക്കം. ഇവിടെ അതുപോലെ 13 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ടത് സ്ട്രെയിറ്റ് ലൈന് നമ്മൾ വരയ്ക്കണം. ഇവിടെയും 13 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇങ്ങനെ കിട്ടും. എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ 4 പീസ് ഉണ്ടെന്ന് ഓർക്കണേ. നമുക്കിനി വെട്ടിയെടുക്കാം ഇത്. നമ്മളിപ്പോൾ ഈ പ്ലേറ്റ് എടുക്കുമ്പം ഈ ഇപ്പം 4 പീസ് ഉണ്ടല്ലോ, അതിൻ്റെ സെൻറ്ററിലൊന്ന് വെച്ചിട്ട് കൊടുക്കണം. പിന്നെ ഇങ്ങനെ സൈഡിലും ജോയിൻ്റ് ഇവിടെ എല്ലാം കട്ട് പീസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം കട്ട് പീസാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ നമ്മളിതനുസരിച്ച് ഈ ടോപ്പിൻ്റെ ഭാഗത്തെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് വണ്ണത്തെ 4ആയിട്ട് എടുത്ത് അതനുസരിച്ച് അപ്പോൾ പ്ലീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് എളുപ്പം പറ്റും. ഇവിടെ ഇങ്ങനെ ഇത് ഒരു ഭാഗം, ഇത് രണ്ടാമത്തെ ഭാഗം, ഒന്ന് അതിങ്ങനെ ഭാഗമായിട്ട് വരും. അപ്പം നമ്മൾ പ്ലീറ്റ് ഇടുമ്പം ഈ ഭാഗത്തേക്ക് ഇത്രയും പ്ലീറ്റുകൾ വരണം. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് ഈ സൈഡിലും പ്ലീറ്റുകൾ ഇങ്ങനെ ചുരുക്കി വരണം, ഈ സൈഡിലും പ്ലേറ്റിൽ ഇങ്ങനെ ചുരുക്കി വരണം. മനസ്സിലായല്ലോ അല്ലേ? കാണത്തില്ലല്ലേ? ഇതിങ്ങനെ കണ്ട നമ്മൾ ഈ നോച്ചിട്ട് കൊടുത്ത് ഈ നോച്ച് ഇതിൻ്റെ സെൻറ്റർ വെച്ചിട്ട് നമ്മൾ ഈ സൈഡിൽ ഇങ്ങനെ ഈ പ്ലേറ്റുകൾ ഇതിൻ്റെ അടിയിലോട്ട് ഈ സൈഡ് വാഷ്. അപ്പോൾ ഈക്വലായിട്ട് പ്ലേറ്റ് 2 സൈഡിൽ നിന്നും വരും. അല്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല ഇട്ട് പോകുമ്പോൾ. ബാക്കി കുറച്ച് തുണിയുള്ളത് നമ്മളിങ്ങനെ അല്ലെങ്കിൽ പ്രില്ലിനാണ് ഇത് ഏറ്റവും ബോട്ടത്തിൽ ഇതിനിങ്ങനെ ഈക്വലായിട്ടങ്ങ് എത്ര ഉണ്ടോ അതങ്ങ് ഈക്വലായിട്ടങ്ങ് കട്ട് ചെയ്യുകയാണ്. ഇത്ര വീതിയുള്ളാകെ. അപ്പം നമുക്ക് എല്ലായിടത്തും കിട്ടുകയും വേണം. ഈ അകലത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിങ്ങനെ പീസായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ആദ്യം ഫ്രോക്കിൻ്റെ പോർഷനിലുള്ള തുണി എടുത്ത് നമുക്കിതിൽ ചെറിയ ചെറിയ പ്ലീറ്റുകൾ ഇട്ട് കൊടുക്കാം. ഓക്കെ, പ്ലീറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ഇതിപ്പോൾ 2 പോർഷനുണ്ട്. ആ 2 പോർഷൻ 2ആയിട്ടാണ് തയ്ക്കുന്നത്. അപ്പം ഒരു പോർഷനിൽ നമ്മൾ 16 ഇഞ്ച് തയ്ച്ച് കഴിയുമ്പോൾ വരണം. അതിനനുസരിച്ച് വേണം പ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കാൻ. നമ്മൾ തയ്ച്ച് കഴിഞ്ഞാൽ ബോഡി പോർഷനുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരേപോലെയാണ് ഇരിക്കുന്നത്. നമുക്കിനി അടുത്ത പോർഷനോട് തയ്ക്കാം. 2 പാർട്ടും തയ്ച്ച് കഴിഞ്ഞു. 2 പാർട്ട് നമുക്ക് ലൈനിങ് എടുക്കാനേ പ്രില്ലിൻ്റെ ഭാഗം എടുക്കും. പ്രില്ല് ആദ്യം ഇതിൽ ജോയിൻ ചെയ്യണം. നമുക്ക് ലൈനിങ് എടുക്കാം. പ്രില്ലിൻ്റെ ഓരോ പോർഷനും നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് ഇനി നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം കേട്ടോ.
നീട്ടെടുക്കാൻ നമുക്കിതിൻ്റെ അടിച്ചൊന്ന് മടക്കിയെടുക്കാം ചെറുതായിട്ട്. അതിനായിട്ട് നമുക്ക് ഈ സാധനം ഫിറ്റ് ചെയ്തിട്ട് തയ്ക്കാം. ആദ്യം ചെറുതായിട്ടൊന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി 1/4 ഇഞ്ചിൻ്റെ പോലും വേണ്ട കേട്ടോ. അത് ചെറുതായിട്ടൊന്ന് ഇങ്ങോട്ട് വെച്ച് ജസ്റ്റ് ഒന്ന് തയ്ക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ കയറ്റുക, ചുട്ടിക്കയറ്റുക. കണ്ടോ? എന്നിട്ട് ഇങ്ങനെ നമ്മൾ തയ്ച്ചു കൊടുക്കുക. നമ്മൾ മൊത്തം തയ്ച്ചു കഴിഞ്ഞുണ്ടോ, നല്ല വൃത്തിക്കണം. അതാണ് ഈ സ്കൂളുകൾ ടൈലറിങ് എയ്ഡ്സിൻ്റെ പ്രാധാന്യം. എല്ലാം അറ്റാച്ച് ചെയ്യാൻ നമ്മൾ എടുത്തു വെച്ച് ഇല്ലിങ്ങനെ നൂല് വെച്ച് ലോങ് സ്റ്റിച്ച് വെച്ച് തയ്ച്ചിട്ട് നമ്മൾ വലിച്ചെടുത്തതാണിത്. അത് നമ്മൾ ഇതിലോട്ട് വെച്ച് കറക്റ്റ് അളവിൽ വെച്ച് ജസ്റ്റ് തയ്ച്ചെടുക്കുക. ഇങ്ങനെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് നീറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാം. കുറവുള്ളെടുത്തിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നീക്കിയിടാം. നമ്മൾ തയ്ച്ചു കഴിഞ്ഞു. നമുക്കിതിന് ഇവിടെ ഒരു ലേസ് വെച്ച് കൊടുക്കാം. ലേസ് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിങ്ങിൻ്റെ തയ്യൽ തുമ്പ് മേലോട്ട് വെക്കണം. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കാം. ഓക്കെ, നമുക്കിനി ഇതിലേക്ക് ലൈനിങ് പിടിപ്പിക്കാമേ. ഓറഞ്ച് കളറുള്ള ലൈനിങ് ഇല്ലാമേ. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ എടുത്തു വെച്ചു. ഇതിനേക്കാളിലൊരു 2-3 ഇഞ്ച് ഇറക്കം കുറച്ച് വേണം ലൈനിങ് ഇടാൻ. ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്ലേറ്റിലിട്ട് കൊടുക്കുക. ഒരു സൈഡ് തയ്ച്ചെടുത്തു കേട്ടോ. ഇതിന് കഴുത്ത് തയ്ക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ലൈനിങ് എടുത്ത് ഇതിങ്ങനെ കഴുത്തിൻ്റെ ഷേപ്പിൽ തയ്ച്ചെടുക്കുന്നത്. തയ്ച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പാൻ വെട്ടിക്കളയും.
നമുക്കിത് തിരിച്ചിടണം. അതിൻ്റെ തിരിച്ചൊന്ന് വളഞ്ഞു വരാനായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഷേപ്പിൽ വളഞ്ഞു കിട്ടത്തില്ല, അതുകൊണ്ട് കേട്ടോ. വെച്ചിട്ടതിൻ്റെ ഇങ്ങനെ ഇരിക്കും. കഴുത്ത് സിമ്പിളായിട്ട് ഇത് കഴിഞ്ഞു. ബാക്ക് പോർഷൻ അതുപോലെ തന്നെ നമ്മൾ ചെയ്യാണ്, തയ്ച്ചെടുക്കുന്നത്. സ്ലീവ് നമ്മൾ പഫ് സ്ലീവാണ് എടുക്കുന്നത്. ഇത് പഫ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇവിടെ നമുക്ക് എലാസ്റ്റിക് വെച്ചാണ് എടുക്കുന്നത്. കൈയുടെ അടിവശം നമ്മൾ മടക്കി അടിക്കുകയാണ്. കണ്ടോ, രണ്ട് സൈഡും അടിച്ചു കഴിഞ്ഞു. നമുക്കിനി കൈ അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് സെൻറ്റർ നോക്കി കുത്തിയതിന് ശേഷം മടക്കി ഇതുപോലെ തേയില പോലെ ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ എന്നിട്ട് തിരിച്ചിടുക. തിരിച്ചിട്ട് കഴിയുമ്പോൾ നമുക്കിതുപോലെ ഒരു വശം കിട്ടും. അത് നമ്മൾ തുണി വെച്ച് നമുക്ക് തയ്ക്കാം. ഓക്കെ, ഈ ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യുന്നത്. സൈഡ് ജോയിൻ ചെയ്തില്ല, ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണം. ഈ ജോയിൻ ഉണ്ടല്ലോ, ഈ ജോയിനിൻ്റെ വെച്ച് വേണം. ഇവിടെ വെച്ചിങ്ങനെ 4 സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ ഇത് കഴിഞ്ഞ് നമുക്ക് ഈ സൈഡ് അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുക്കാം. ഒരു 2 സൈഡ് ജോയിൻ ചെയ്യാനായിട്ട് നമുക്കത് തിരിച്ചിട്ട് തയ്ക്കാം. ഇതെല്ലാം ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ തയ്ച്ച് കയ്യിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഈ ലൈനിങ് പ്രത്യേകം ഇടുവേ, അങ്ങനെയാണ് തയ്ക്കുന്നത്. ഇങ്ങനെ നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഈ ലൈനിങ് അകത്താണ് കയ്യിലോട്ട് തിരിച്ചിട്ടിട്ട് ഇങ്ങനെ വയ്ക്കുന്നത്. തയ്ച്ചിട്ട് കാണാമേ, നമ്മളിങ്ങനെ തയ്ച്ചിട്ട് അപ്പം ഈ തയ്യൽ അകത്തും കണ്ടതിങ്ങനെ ഇതേപോലെ ഇപ്പുറത്തെ സൈഡ് നമുക്ക് മടക്കി. നമ്മളിപ്പോൾ ഇതെല്ലാം തയ്ച്ച് കഴിഞ്ഞ് ഇതിനൊരു ഹുക്ക് വെക്കണം. ഹുക്ക് വെക്കുന്നത് നമുക്ക് പ്രസ് ബട്ടണാണ്. തിരിച്ചിട്ടിട്ട്